ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലൊരു പുതിയ അതിഥി ഉണ്ട്. അതിഥിനെ വന്നപ്പോൾ തന്നെ മുതലാക്കുന്ന ഇമ്മച്ചിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതാ കാണിച്ചു കൊടുക്കുക. എന്തോ ബാഗുമേ എന്താ ചെയ്യണ്ടേ? ബാഗുമേ പണിയുണ്ട്. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ ഇന്ത്യയിൽ ആകെ നിലവിലുള്ള എത്രയോ ഗ്രാഫിറ്റി ആർട്ടിസ്റ്റിൽ ഒന്നാമനായി വരുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റിനെ പബ്ജിന്റെ പരസ്യത്തിൽ അഭിനയിച്ച കന്നഡയിൽ പബ്ജിന്റെ BGMന്റെ പരസ്യത്തിൽ അഭിനയിച്ച ഒരു വ്യക്തിനെ വീട്ടിൽ വിളിച്ചെടുത്തിട്ട് ഓന്, അതായത് എന്റെ ആർട്ട് എടുത്ത എന്റെ പേജ് എടുക്ക്, അടക്കി ഇപ്പൊ ശരിയാക്കി പേജ് എടുക്ക്, എന്റെ വർക്കുകൾ കാണിച്ചെന്നാ മതി. അപ്പൊ അതാ ഇത്രയും ഉഷാറായിട്ട് വർക്ക് ചെയ്യണ ഒരു ചങ്ങായിന്, അതായത് ഫുള്ള് A to Z കണ്ടോളിട്ടോ. ഇതിപ്പോ NBA ഒക്കെ വേണ്ടി പരസ്യം ചെയ്താണ്. അപ്പം ഈ കണ്ട സാധനം മൊത്തം കണ്ടോളിട്ടാ. ഇത് മൊത്തം റബായ് ചെയ്ത വർക്കുകളാണ്. അപ്പൊ ഇത്രയും ഉഷാറായിട്ട് വർക്ക് ചെയ്യണ ഒരു ചങ്ങായി വീട്ടിൽ വന്നപ്പോഴേ റേഷൻ പീടിയേക്ക് പോണേ റേഷൻ പീടിക്ക് പോണ ഈ സഞ്ജു എന്റെ കയ്യിൽ കൊടുത്തേണ്ട് പറയണേ, ഇജ്ജ് എന്തെങ്കിലും ഒരു ചിത്രം ജിതിമലൊന്ന് വരച്ചണ്ട. അപ്പൊ ഉമ്മാക്കും തന്നെ ഒന്നും ചോദിച്ചല്ല, ഇതേ ചോദിച്ചേനുള്ളൂ. കാരണം ഓൻ ചിത്രം വരക്കണം ഉമ്മ കാണണ്ട. അപ്പൊ ഇതിന്റെ ഇവിടെ ഒരു ഒഴിവുണ്ട്. ഇവിടെ ഉമ്മാനെ കൊണ്ടാവണ വിധം എന്തൊക്കെയോ ഇതാരോ വെച്ചേ മുത്തു സാധനങ്ങളൊക്കെ വെച്ചിരിക്കണം. അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടപ്പം എടാ എന്റെ കരവിരുതൊന്ന് ഇമ്മ തീർത്തരോന്നുള്ള ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്വാൻസ് കൊടുക്കണം. ഞാൻ പണി കണ്ടിട്ടുണ്ട്. എന്റെ കൊറേ പനി ഓൻ ചെയ്തവിടെ ഞാൻ സഞ്ചി ബനിയനാ നല്ല സഞ്ചി ആക്കരുത്, അത് നല്ല കട്ടിയുണ്ട്. കൊള്ളും. അപ്പൊ ഞാനിടുന്ന കൊറേ ടീഷർട്ട് എല്ലാരും കഴിഞ്ഞ വ്ളോഗിൽ കണ്ടു കാണും. ഞാൻ ലെഫ്റ്റ് എഴുതിയൊരു സാധനം ഇട്ടുണ്ട്, അത് റബായ് ചെയ്ത വർക്കാട്ടോ. ആ ലെഫ്റ്റ് എന്നുള്ള ടീഷർട്ട് അതേപോലെ ഞാൻ വ്ളോഗിലും സ്റ്റോറീസിലൊക്കെ കാണാം. അതായത് ഇവന്റെ ടീഷർട്ട് മാത്രമേ ഞാൻ ഒരു മാറ്റിയെടുക്കും. ഇതോടെ അയിമ കാണണം. കുടുംബശ്രീക്കൊക്കെ പോകുമ്പോ വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് പോകണം. സ്ഥലത്തൊന്നുമില്ല, എന്തേലൊക്കെ വാങ്ങാൻ പോകുമ്പോ പറഞ്ഞല്ലോ നിസ്സാര സഞ്ചിമ ചെയ്താൽ മതി. നിസ്സാരമായ സാധനം. അപ്പൊ ലെതർമലൊന്നും അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കൊന്നും ചെയ്യണ്ട. ഇങ്ങനെ ഈ തുണി സഞ്ചിമ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ചെയ്തോണ്ടാന്നുള്ളത് പറഞ്ഞിരിക്കണേ. അപ്പം റബായ് വരുന്ന വന്നാട്ടോ കുറെ ദിവസത്തിന് ശേഷം. അവന്റെ വീട് അരീക്കോടാണ്, കീഴുപറമ്പാണ്. കീഴുപറമ്പിലുണ്ട് ഈ കമന്റ് ചെയ്യട്ടാ. കീഴുപറമ്പ് അപ്പൊ റബായിന് നാളെ മുതൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ കീഴ്പറമ്പില്ലോലുണ്ട് എന്തായാലും കമന്റ് ചെയ്യട്ടാ. കീഴ്പറമ്പിൽ ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, നാട്ടിലധികം ഇല്ലാത്ത ആർട്ടിസ്റ്റ് ആണ്. ഒരു വിസിറ്റർ ഉണ്ട് റബായിന്റെ കൂടെ. മൂപ്പര് ഡോക്ടറാണ്. നമ്മളെ മൂപ്പര് ഫുൾ ടൈം മൂപ്പര് വീട്ടുകാരും അനിയന്മാരൊക്കെ അല്ലേ ഫുൾ ടൈം നമ്മളെ വ്ളോഗ് ഇരുന്ന് കാണുന്നവരാണ്. ഓൽക്ക് എല്ലാവർക്കും ഞങ്ങളെ വക ഒരു ഹായിട്ടോ. പിന്നെ സൽമാനിക്കുണ്ട് ഫുള്ള് വീട്ടില് ചെയ്യണവരുണ്ട്. അപ്പം ഓല് ചെയ്തരും പറയണം. അപ്പൊ നമ്മളെ ബാസിൽ റബാ വന്നോണ്ട്, റബാ ഇടക്കും നിൽക്കും മാത്രം വരലുള്ളൂ. അപ്പൊ റബാ വന്നോണ്ട് ചായ കുടിക്കാൻ പോവാറുണ്ട്. ബാസിൽ വിളിച്ചാണ്ട് എവിടുന്ന പിടിച്ച് ശാന്തിയില് ചായക്കടയിൽ ഞങ്ങളെ ഞാൻ കണ്ട്. ഇതിന്റെ അടുത്തുണ്ട് ഫോട്ടോ കള്ളന്മാരെ നിങ്ങൾ കൊരുന്നോണം പറഞ്ഞ് ചായ റബാ വന്നല്ലേ. അല്ല അത് ശരി, കൺവിൻസ് ആയി. നിങ്ങൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുക, ഞങ്ങൾ ചായ കുടിച്ച് വേഗം വരാം. അപ്പൊ നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ വക്കീൽ പോയി വരാം. അപ്പോൾ ബാസിൽ കൺവിൻസിങ് സാറാണ് ഞങ്ങളെ കൂട്ടത്തിൽ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചായ കുടിക്കാൻ പോവാം, ഞാൻ ഇവിടെ കാത്തിരിക്കാൻ തന്നിട്ട് ബാസിൽ അവിടെ കുറേ നേരമായി പോസ്റ്ററാൻ തന്നിട്ട്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകട്ടോ. അപ്പം ഇന്ന് ജിംഷാദ്ക്ക നമ്മളെ വ്ളോഗ് എടുക്കാനൊരു പുതിയ സാധനം വാങ്ങിക്കണ്ടാ. ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലേ. അപ്പോൾ കണ്ണാടിൻ്റെ മുന്നിൽ വെച്ച് കാണിച്ചു തരട്ടാ. ഇത് നേരാക്കി ജിംഷ കണ്ടോളിട്ടാ. അതാ ഒരു യന്ത്രം വാങ്ങിക്കണം നമ്മൾ വ്ളോഗ് എടുക്കാൻ. ഇതാണ് വ്ളോഗ് യന്ത്രം. അതായത് ഇത് കൈ പിടിച്ചെടുത്താൽ മാക്സിമം സ്ട്രെയിനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് വ്ളോഗ് യന്ത്രം. അപ്പോൾ ജിംഷാദ്ക്കാണ് എടുക്കുന്നത്. വ്ളോഗ് യന്ത്രത്തിൻ്റെ ഉപയോഗം എങ്ങനെയുണ്ട്? ഒരുപാട് സിമ്പിളായി.
പിടിക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ അതും കൊണ്ട് നടക്കാൻ വയ്ക്കും. അതെ അതെ. ഇങ്ങനെ വന്നെടുക്കാം, ബാക്ക് എടുക്കാം, പെട്ടെന്ന് ചെടിന്റെ ഷോട്ട് വാങ്ങി ചെടിന്റെ ഇങ്ങനെ പോവാം. സൂം ചെയ്യാൻ കുറച്ച് ഇടങ്ങാറുള്ളൂ. മൈക്കിന്റെ അടുത്താട്ടോ. അപ്പൊ എല്ലാ സെറ്റപ്പും ഉണ്ട്. അതെ. അപ്പൊ ഗൈസ് നമ്മള് സെറ്റപ്പ് ആയിട്ടാ. അപ്പൊ ജിംഷാദിന് ഇടക്കിടക്ക് സ്ക്രീനിൽ വരാനുള്ള ഒരു യന്ത്രം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോകണം, നമുക്ക് പോയിട്ട് വരാം. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മള് നേരെ ഇക്കാശിന്റെ അടുത്തെത്തി. ബാസിൽ എന്ത് ചെയ്തു, നമ്മളെ ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നേരത്തെ തന്നെ വിളിച്ചിരുത്തിയുണ്ട്. നമ്മളെ വിളിച്ചോണ്ട് പറഞ്ഞേ നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കാൻ പോകാം. നമ്മളിന്ന് നൈറ്റ് ഔട്ടാണ് സംഭവമാണ്. നമ്മളിവിടെ ഹോട്ടലിൽ എത്തിയപ്പോണ്ടേ അനക്ക് തീരെ വന്നില്ല. നമ്മളിപ്പം വന്നോ അപ്പൊ തിന്നല്ലോ, എന്നിട്ട് ഫുള്ള് തിന്ന് കഴിച്ചൂലേ. ഇന്ന് കല്യാണത്തിന്റെ അവിടെ വെച്ചാണ് കുത്തു പറഞ്ഞ ആണോ? കല്യാണത്തിനോടല്ല, കഴിഞ്ഞിട്ട് പെണ്ണിന് ചക്കരി ഇരുത്തി എന്നിട്ട് ക്ലാസ് എടുക്കല് 1 മണിക്കൂർ ക്ലാസ്സിലെ ക്ലാസ് എടുക്കല് ഫുള്ള് നിക്കാഹിന് ശേഷം, നിക്കാഹിന് കത്തിയതിന് ശേഷം. അത് എപ്പോഴാ കപ്പിൾ ഗ്രേഡിയില് അടിയിലല്ലേ കുടിച്ചോണ്ടേ എന്നിട്ട് ഇരുത്തി ഹോട്ടൽ കണ്ട മതി ക്ലാസ്. അടുത്ത വെള്ളിയാഴ്ച നിലമ്പൂർ താഴത്ത് സലഫി പള്ളിയില് ഞാനാണ് ഉത്തുപറയുന്നത്. നിങ്ങൾക്ക് എന്താ വേണ്ടി പറഞ്ഞു ഓർഡർ ചെയ്തോ. കബറടക്കി വന്നിട്ട് അന്ന് രാത്രി കബറിന്റെ അടുത്ത് പോയി കബറിനോട് ഇതിന്റെ ഫുൾ വീഡിയോ ബാസിന്റെ യൂട്യൂബ് ചാനൽ വരും കേട്ടോ. കബറിനാണ് നടക്കുന്നത്. ആത്മീയമായ വ്ളോഗുകൾക്ക് അങ്ങനെയുള്ളവര് മാത്രല്ല എല്ലാരും നമ്മളെ ജീവിതത്തിൽ ആ ഒരു രീതിയിലുള്ള ഒരു കുടുംബം എന്താ ആ ഒരു ഇത് ചായ കുടിക്കാണ്ട് ബ്രോസ്റ്റ് അടിക്ക്. അപ്പൊ ആ ഒരു മൂടാണ്. ബ്രോസ്റ്റ് പറഞ്ഞാളെ എന്താ എല്ലാവർക്കും ഇഷ്ടം? സുർബിയാൻ അടിപൊളി. അവിടെ റൈസ് ഇഷ്ടം ആ സാധനം ഒന്നും കൊണ്ടുവന്നോ? യോഗർട്ട് ബാസിൽ ഫുൾ ഡയറ്റ് ആട്ടോ. അതായത് 10 രൂപന്റെ ഒരു ഹാഫ് ബ്രോസ്റ്റ് തിന്നിട്ട് ഹാഫ് ബ്രോസ്റ്റും അരക്കുപ്പി പെപ്സിയും കുടിച്ചിട്ട് ബാസിനോട് കോച്ച് പറയണം എന്തായാലും യോഗട്ട് കഴിക്കണം, ഡിന്നറിലെ യോഗട്ട്. അപ്പൊ ബാസിന് എന്ത് ചെയ്തു, ബ്രോസ്റ്റ് ഒക്കെ തിന്ന് കഴിഞ്ഞ് എല്ലൊക്കെ സൈഡാക്കി മയോണൈസ് പകുതി കൂട്ടി. ഫ്ലേവർ ആണോ? ഫ്ലേവർ ഇല്ലാത്ത ഷുഗർ ഉണ്ടാവില്ലേ ഫ്ലേവറിൽ? മറ്റേ ഷുഗർ ഉണ്ടാവൂലേ? മറ്റേ ഷുഗർ ഉണ്ടാവൂലേ? ഷുഗർ നമ്മൾ എതിരാണ്. പക്ഷെ പെപ്സി നമ്മൾ കുറച്ച് തൊട്ടിട്ടില്ലല്ലോ. നാളത്തെ വ്ലോഗ് കണ്ടാണല്ലോ, പെണ്ണുങ്ങളെ ഫുള്ള് അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോകും. അമ്മാതിരി വ്ലോഗാണ്. ആത്മീയ സദസ്സ് ഫെമിനിസത്തിനെതിരെ മറ്റേതിനെതിരെ സംസാരിച്ചോ? പെൺകുട്ടികളെ പുള്ളിക്കെതിരെ എല്ലാ പെൺകുട്ടികളും ഫോളോ അടിച്ച് പോകും. പിന്നെ ഫുൾ താത്താര വൈകി കയറി വരാം. ഇൻഷാ അല്ലാ ആര് കയറി വന്നാലും നമ്മുടെ ആത്മീയ സദസ്സ് വിജയമാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാ. അപ്പം എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഫുഡ് ക്രേവിങ്സ് എല്ലാം വളരെ നമ്മൾ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തു. ഫുഡ് ക്രേവിങ്സോ? അതായത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ പറയല്ലേ. അതായത് ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങോട്ട് ഇപ്പോഴത്തെ കുട്ടികൾ എന്താ വെച്ചാൽ നമ്മളെന്താ പറഞ്ഞിനെ അമ്മ തിന്നാ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ ക്രേവിങ് സാറ്റിസ്ഫൈഡ് അങ്ങനെയൊക്കെ. അതായത് ചോറുന്നു എന്നുള്ളതിന് അത് പറ്റൂല. അതൊക്കെ സ്റ്റാൻഡേർഡ് പോയി. അതൊക്കെ ഓരോ ജീവിതത്തിൽ അതിനെ ബാധിച്ചില്ലേ, സ്റ്റാൻഡേർഡുകളെ ബാധിച്ചില്ലേ. ഇപ്പോഴത്തെ കുട്ടികളെ ഏത് ചെറിയ വീട്ടിലെ കുട്ടികളെ വലിയ കുട്ടികൾ ഒരു ഫുഡ് എന്ന് കഴിച്ചാൽ ക്രേവിങ് സാറ്റിസ്ഫൈഡ്. ഷുഗർ ക്രേവിങ് കഴിച്ചു കഴിഞ്ഞാൽ മധുരം എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചില്ലേ, ഷുഗർ ക്രേവിങ്, സ്പൈസ് ക്രേവിങ്. ഇപ്പൊ അങ്ങനെ ഒരു ക്രേവിങ് ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജോലിയും കൂടി പരിഗണിച്ചിട്ടാണ് അപ്പോൾ ഓലും കൂടി അങ്ങനത്തെ ഒരു പുതുതലമുറയിലെ കുട്ടികളെ പരിഗണിച്ചുകൊണ്ട് അപ്പൊ നമ്മളെ ക്രേവിങ്സ് എല്ലാം നമ്മള് കേട്ടപ്പോഴേ പെട്ടെന്ന് നമ്മളെ ക്രേവിങ്സ് എല്ലാം ഇതാണ് നമ്മളെ കൂട്ടത്തിലെ എല്ലാ ക്രേവിങ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് എല്ലാവിധ ക്രേവിങ്സും സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കപ്പെടും. അപ്പൊ അർഷിക്ക് മാഷാ അല്ലാഹ് നല്ലൊരു സ്വാലിഹത്തായ ഇണയെ തേടുന്നുണ്ട്. ഈ ക്രേവിങ്സ്, ഷുഗർ ക്രേവിങ്സ്, സ്പൈസ് ക്രേവിങ്സ്, തനതായ ഡിസേർട്ട് ക്രേവിങ്സ്, ഇങ്ങനെ ക്രേവിങ്സുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കുട്ടികളെ അർഷി നോക്കുന്നുണ്ട്. അപ്പൊ അതിന് അസ്വാലിഹത്തായ ഇണകളുണ്ട്. എതിരൊന്നും പറയണില്ല. അറ്റ്ലീസ്റ്റ് എന്ത് പറയണം, അങ്ങനെ പറയലടാ, അങ്ങനെ പറയല, നോക്കണമെന്നില്ലാന്ന് പറയില്ല അതിലേ.
ഷുഗർ ക്രേവിംഗ്, സ്പൈസ് ക്രേവിംഗ്, പോരല്ലത്ര പോന്നോട്ടെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വ്ളോഗ് കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പം നമ്മൾ ആദ്യത്തെ പോലെ ബാക്ക് ഓൺ ട്രാക്ക് ഇൻഷാല്ല ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ജിംഷാദിൻ്റെ ചാനൽ വ്ളോഗ് വരലുണ്ട്, ബാസിൻ്റെ ചാനൽ വ്ളോഗ് വരാണ്ട്. ബാസിൻ്റെ വ്ളോഗ് എന്താ വരിക? നാളെ ഒരു ആത്മീയ സദസ്സിൻ്റെ ഒരു വ്ളോഗ് വരുന്നുണ്ട് ബാസിൻ്റെ ചാനലിൽ. എൻ്റെ ചാനലിൽ ചെന്ന വ്ളോഗ് ഇപ്പോൾ അടുത്തുണ്ടാവും. അപ്പോൾ ജിംഷാദിൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ബാസിൻ്റെ ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ജിംഷാദിൻ്റെ ചാനലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതെല്ലാവരും ഓല വരും വ്ളോഗുകളൊക്കെ എല്ലാവരും നമ്മളിത് കാണുന്ന പോലെ തന്നെ ആ ഒരു സപ്പോർട്ടോടെ അവരുടെ വ്ളോഗും കാണാൻ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ചാനലിലെ ഈ വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സീ യു ഗൈസ്, ബൈ ബൈ.